അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം സദർ ഉസ്താദുമാരുടെ വിഷയമാണ്. മദ്രസ അതൊരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാ പുരോഗതിക്കും സഹായകമാകേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, സ്ഥാപനമാണ് മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനം. അത് ലീഡ് ചെയ്യുന്ന, അതിൻ്റെ പ്രഥമ സീറ്റിലിരിക്കുന്ന ആളാണ് സദർ ഉസ്താദ്. സദർ ഉസ്താദ് എന്നതൊരു വലിയ പൊസിഷനാണ്. ഇതിനൊക്കെ സാധ്യമാകേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ മൂലമാണ്. അതും ഇൻറ്റൻഷനലി അഥവാ ഉദ്ദേശ്യപൂർവ്വം നടക്കണം. യാദൃശികമായി കുറേ നേട്ടം അവിടെ നടന്നിട്ടുണ്ട്, കുറേ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുന്നിടത്ത് നിന്ന് മാറിയിട്ട് ബോധപൂർവം ഇത് സാധിച്ചെടുക്കാൻ കഴിയുന്നൊരു പൊസിഷനാകണം സദർ ഉസ്താദ്. തീർച്ചയായും അവിടെയാണ് ഇന്നത്തെ ചർച്ചകൾ ഇന്ന് കൊണ്ടുവരുന്നത്. നിലവിലുള്ള ഈ ഒരു പൊസിഷൻ അങ്ങനെയാണോ എല്ലാവർക്കും ഫീൽ ചെയ്യാറുള്ളത്? അതുപോലെ നിലവിൽ സദർ ഉസ്താദുമാർക്ക് അവർ നേരിടാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ എന്താണ്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, ഇതേക്കുറിച്ചുള്ള ഒരു ചെറിയ ധാരണ ഉണ്ടാക്കലാണ് നമ്മുടെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ ദീർഘകാലമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അതൊരു പഠന വിഷയമാക്കുന്നു, പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നു. അതിൽ സദർ ഉസ്താദുമാർക്ക് വേണ്ടി മാത്രം ഒരു കോഴ്സ് തന്നെ നമ്മൾ അവസാനം ഡിസൈൻ ചെയ്തു. കാരണം അവർക്കുള്ള വലിയൊരു സഹായമാണത്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡാണ്, സമർപ്പിതരാണ്, എന്തിനും ഒരു റെഡിയാണ്. അവരുടെ ജീവിതം തന്നെ ദീർഘകാലം പഠനത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ് ഈ സദർ ഉസ്താദായിട്ടൊക്കെ വരുന്ന ബിരുദധാരികളായ ഉസ്താദുമാർ. അവരുടെ ഉസ്താദുമാരെ അവർ കണ്ടു പഠിക്കുകയും ചെയ്യുന്നു. അവരുടെ ഉസ്താദുമാരും അങ്ങനെ തന്നെ സമൂഹത്തിൽ സമർപ്പിച്ച വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടതുകൊണ്ട് അവരും ശ്രമിക്കുന്നു. പക്ഷേ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ ഭൂരിപക്ഷവും മദ്രസയിൽ വരുന്നുണ്ട്. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാം എന്നതിൻ്റെ പ്രായോഗികത അത് എത്രയാണ് വിജയിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ എന്തൊക്കെയോ ഇനിയും നമുക്ക് ആവശ്യമുണ്ട് എന്നത് വ്യക്തമാണ്. തീർച്ചയായും ഇനിയും കുറേ ആവശ്യമുണ്ട്, അത് വ്യക്തമാണ്. നടന്നതിനെക്കുറിച്ച് ബ്ലെയിം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാം സേവനമാണ്, എല്ലാം പരിശ്രമങ്ങളാണ്, എല്ലാം കുറേ അധ്വാനങ്ങളുടെ പുറത്തുണ്ടാകുന്നതാണ്. അൽഹംദുലില്ലാ, വിശുദ്ധ റമദാനിൽ വളരെ ബൃഹത്തായൊരു ചർച്ചയ്ക്കാണ് നമ്മളിപ്പോൾ സമയം ചെലവഴിക്കുന്നത്. തീർച്ചയായും ഉസ്താദ് നേരെ തുടക്കത്തിൽ പറഞ്ഞു വെച്ച ചില വിഷയങ്ങൾ തന്നെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സദർ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം അവർ ദീർഘകാലം ദർസുകളിലും മറ്റൊക്കെ പഠിച്ച് വലിയ ആവേശത്തോടെ സന്തോഷത്തോടെ ഒരു സമൂഹത്തെ, ഒരു വിദ്യാർത്ഥി മനസ്സങ്ങളെ യഥാർത്ഥ ഒരു ദിശയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് പലപ്പോഴും പല മദ്രസകളിലേക്കും അവർ നിയമിതരാവാറുള്ളത്. പക്ഷേ അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പല പ്രതിസന്ധികളാണ് അവരുടെ മുമ്പിൽ പലപ്പോഴും കാണാറുള്ളത്. അത് ഈ ഫീൽഡിനോട് തന്നെ ഒരു മടുപ്പ് തോന്നുന്ന ഒരവസ്ഥയിൽ പലപ്പോഴും പല രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. നമ്മുടെ ചർച്ചയിൽ നമ്മളിപ്പോൾ ആ ഒരു സംവിധാനം ഇത് ദർസിനേക്കാളും അല്ലെങ്കിൽ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണല്ലോ മദ്രസ സംവിധാനം. അതുകൊണ്ട് ആ ഒരു അടിത്തറ എന്ന് നമുക്ക് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായും അതിനെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ ഒരു കോഴ്സ്, ഒരു സംവിധാനം തുടങ്ങുക എന്നത് വളരെ ഏറ്റവും സന്തോഷകരമായ ഒന്നാണ് എന്ന് പറയേണ്ടതില്ല. എന്തായിരിക്കും ഇതിലൊരു പ്രധാന പ്രതിസന്ധിയായിട്ട് നമ്മളിങ്ങനെ ഒരു കോഴ്സിലേക്കൊക്കെ ഒരു സംവിധാനം വേണമെന്ന് ചിന്തിക്കാനുണ്ടായൊരു കാരണം എന്തായിരിക്കും? അതായത് നമ്മളെ ദർസ് സ്ഥാപനങ്ങളിലൂടെയൊക്കെ വന്നു, അതിനുശേഷം ഈ ഒരു സമൂഹത്തെ നയിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ അവരുദ്ദേശിക്കുന്ന നേട്ടങ്ങൾ ഒരു ഭാഗത്ത് കിട്ടാതിരിക്കുക. കുട്ടികളുടെ പഠനത്തിൽ ചിലപ്പോൾ, ഇനി പഠനത്തിൽ ഉഷാറായാൽ അവരുടെ ജീവിതത്തിൽ അവരെ പഠിച്ച ഇസ്ലാമിക മൂല്യങ്ങൾ പ്രയോഗവൽക്കരിക്കുന്നിടത്ത് ഇവിടെയൊക്കെ പിന്നോക്കം നിൽക്കുമ്പോൾ ഇത്രയും ഞാൻ പഠിച്ചിട്ട് ഇതായോ, അപ്പോൾ എവിടെയാണ് പ്രശ്നം? ഈ അന്വേഷണം അവരെ അല്ലാതെ പിന്നോട്ട് വലിക്കും. ചിലരൊക്കെ ഒരുപക്ഷെ അവരുടെ വ്യാഖ്യാന മികവ് കൊണ്ടൊക്കെ
തൽക്കാലം മറികടന്നു പോകും. അത് നാവ് കൊണ്ടുള്ള മറികടക്കലാണ്, വിഷയം പരിഹാരമാകലല്ല. അപ്പോൾ ഇതാണ് ഒരു പ്രധാന പ്രതിസന്ധി. അപ്പോൾ അതിനി എന്താണ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ, എന്താണ് പ്രായോഗിക പരിഹാരം, എന്താണ്? ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ അവിടെ അത് സാധ്യമാണോ അല്ലയോ? അപ്പോൾ നമ്മളിപ്പോൾ സദർ ഉസ്താദുമാർക്ക് വേണ്ടി പ്രത്യേകമായി ഒരു കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്തു, ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തു. അതിലേക്ക് ഈ മേഖലയിൽ സേവനം ചെയ്യുന്നവരെയും ഇനി ആ മേഖലയിലേക്ക് സേവനം ചെയ്യാൻ വേണ്ടി കടന്നു വരാൻ താല്പര്യമുള്ളവർക്കും അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം. അവർക്ക് എന്താണ് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുക, എന്തായിരിക്കും ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം, ഇതാണ് ഇനി നമ്മൾ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഒന്ന്, ഒരു മദ്രസയിൽ വരുന്ന എത്ര വിദ്യാർത്ഥികളാണെങ്കിലും ആ വിദ്യാർത്ഥികളുടെ ഈ പറഞ്ഞ മേഖലയിലെല്ലാം വിജയം, അതായത് വിദ്യാഭ്യാസത്തിലെ വിജയം, അക്കാദമിക വിദ്യാഭ്യാസത്തിലെ വിജയം എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് അവരതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് അവർ ഉയരണം എങ്കിൽ അക്കാദമിക വിദ്യാഭ്യാസ രംഗത്തും അവരുടെ സ്കില്ലുകളിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവരൊരു നല്ല മനുഷ്യനായി, നല്ല വിശ്വാസിയായി, നല്ല കഴിവുള്ള ഒരാളായി വളർന്നു വരാൻ അതിന് ഈ സദർ ഉസ്താദിൻ്റെ പ്ലാനിങ്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, അത് കൃത്യമായി സാധിക്കും വിധം ഉള്ള അതിന് സാധിക്കുമെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അവരെ എംപവർ ചെയ്യുക എന്നതാണ് ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു സദർ ഉസ്താദായ ഒരാൾക്ക് ആദ്യം ഒരു ഡോക്യുമെൻ്റഡ് ആയിട്ട്, അഥവാ രേഖാമൂലം ഇപ്പോൾ ഉള്ള കുട്ടികളുടെ നിലവാരം എന്താണ്, ഇനി ഏത് നിലവാരത്തിലേക്ക് ഇവർ എത്തിച്ചു കൊടുക്കാൻ കഴിയും എന്ന് രേഖകൾ സഹിതം, വെറും വർക്കുകൾ മാത്രമല്ല, ആ വർക്ക് രേഖാസഹിതം തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കുക, അവരെ അതിന് ശാക്തീകരിക്കുക എന്നതാണ്. അതിൻ്റെ ഒന്നാം ഘട്ടം അതിൻ്റെ ബേസിക്കാണ്. ബേസിക്കിൽ പ്രാഥമികമായി നേരിടുന്ന പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ കഴിയും. അതിൻ്റെ അഡ്വാൻസ് ആകുന്ന സമയത്ത് ഒരു മദ്രസയിൽ വന്നൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി മാത്രമല്ല മാറുന്നത്, മറിച്ച് ആ വിദ്യാർത്ഥിയുടെ ഫാമിലി ലൈഫ് മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ ഒരു സമൂഹമാണ് അവിടെ മദ്രസയിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതൊരു സദർ ഉസ്താദിൽ എന്ന് മാത്രം ഒതുങ്ങാതെ ആ മദ്രസയിൽ എത്ര സ്റ്റാഫുകളുണ്ട് അവരൊന്നിച്ച് ഒരേ മനസ്സോടുകൂടെ ഇറങ്ങിത്തിരിക്കലാകും നമ്മുടെ സംവിധാനം കൊണ്ട് കൂടുതൽ നമ്മൾ ലക്ഷ്യമാക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് തന്നെ ഉസ്താദുമാരെല്ലാവരും നേരത്തെ പറഞ്ഞ ഈ ഒരു മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇത് സാധ്യമാകുമെന്ന് കൂടുതൽ നമുക്ക് ആശിക്കാം. തീർച്ചയായിട്ടും. അതായത് നമ്മൾ ബേസിക്കലി ആദ്യത്തെ ബേസിക് ഘട്ടം തരണം ചെയ്യുന്ന സമയത്ത് സദർ ഉസ്താദിനെ അത് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ചെറിയ പ്രതിസന്ധികളുണ്ടാകും. കാരണം സഹപ്രവർത്തകരായ ആൾക്കാർ അവർ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, അവർക്കൊരു പക്ഷേ ഇതിൻ്റെ ഇൻറ്റൻഷനും ഇതിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റൈൽ, ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിശാസ്ത്രം അതെന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർ കൂടെ നിന്നുകൊള്ളണമെന്നില്ല. അത് ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ തർക്കങ്ങളോ തെറ്റിദ്ധാരണകളൊക്കെ വെച്ചേക്കാം, സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അഡ്വാൻസിലേക്ക് കടക്കുന്ന സമയത്ത് അതിന് മറ്റൊരു സവിശേഷമായ റൂട്ടുണ്ട്. അത് കൃത്യമായി അദ്ദേഹം എല്ലാം പഠിച്ച് ഒരു മാനേജ്മെൻറ്റിനെ എങ്ങനെ കൺവീ ചെയ്യാം, എങ്ങനെ ധൈര്യപ്പെടുത്താം, അതിനുശേഷം ഓരോ സ്റ്റാഫിനെയും കൃത്യമായി കാര്യങ്ങൾ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സദർ ഉസ്താദിനെ ശാക്തീകരിക്കുക. വെറും ശാക്തീകരിച്ച് വിടൽ മാത്രമല്ല, അവർക്കത് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ബാക്കപ്പായിട്ട് നമ്മുടെ ഹാപ്പി സോൺ സിസ്റ്റം കൂടെ നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് അഡ്വാൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു സദർ ഉസ്താദുമാർക്ക് ഈ ഒരു കോഴ്സ് പരിശീലിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഈ മദ്രസയുടെ വിദ്യാർത്ഥികളിലും സമൂഹത്തിലും ഫാമിലിയിലും ഇടപെടാൻ കഴിയും. ഒരു മദ്രസ നടന്നാൽ ആ നാട്ടിന് മാറ്റം ഉണ്ടാകും. ഒരു കുറഞ്ഞ കാലം കൊണ്ട് നാട്ടിന് മാറ്റം ഉണ്ടാകും. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളേണ്ട എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മളിത് രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്ത പല സോഴ്സുകളിലൊന്ന് ഫിനിഷ് എഡ്യൂക്കേഷനാണ്. ഫിനിഷ് എഡ്യൂക്കേഷൻ വേൾഡിൽ തന്നെ വളരെ പേരുകേട്ട ഒന്നാണ്. അതിൻ്റെ നല്ല വശങ്ങൾ പഠിച്ച് ഉപയോഗപ്പെടുത്തി അതിൽ ഇസ്ലാമിക് ആയി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, ഇസ്ലാമികമായി നമുക്ക് പിന്തുടരാൻ പറ്റുന്ന ഏരിയകൾ പിന്തുടർന്നുകൊണ്ടുകൂടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്കത് വലിയ പ്രതീക്ഷയുള്ളൊരു മേഖലയാണ്. ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാനും കൂടിയാണ് ഇന്ന് നമ്മുടെ അതിൽ നമ്മളിപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ സംവിധാനിക്കുന്ന ഒരുപാട് വിഷയങ്ങളിലൂടെ തലങ്ങളിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞല്ലോ. തീർച്ചയായും മാനേജ്മെൻറ്റിനും
ആശങ്കപ്പെടാതെ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. യെസ്, പലപ്പോഴും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വിഷയത്തിൽ ഉൾപ്പെടെ തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് വിഭിന്നമായി എല്ലായിടങ്ങളിലും നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ സൗകര്യങ്ങളും അറ്റ്മോസ്ഫിയർ എല്ലാം നമുക്ക് ഈ കുറഞ്ഞ കാലയളവിൽ സാധ്യമായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ആവേശം പിന്നീട് മദ്രസ വിദ്യാർത്ഥികളായി മുന്നോട്ട് പോകുമ്പോൾ ഒരു റിസൾട്ട് ലഭിക്കുന്നില്ല എന്നൊരു ഖേദകരമായ റിസൾട്ട് പലപ്പോഴും ഉണ്ട്. പക്ഷേ അവർ ഇതിന് മുന്നിട്ടിറങ്ങിയവർ ലക്ഷ്യമാക്കി കണ്ടിരുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. അത് പിന്നീട് അവരെയും പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പരസ്പരം മാനേജ്മെൻറ്റും ഈ ഉസ്താദുമാരൊക്കെ തമ്മിലൊരു ചെറിയ അകൽച്ച വരെ ഉണ്ടാകാൻ അത് പലയിടത്തും, എല്ലായിടത്തും അല്ല, പലയിടത്തും അത് കാരണമാകുന്നുണ്ട് എന്ന് കാണാം. അപ്പം അതിനൊരു സൊല്യൂഷനും കൂടിയാണ് ഇങ്ങനെ രീതി. അതായത് ബേസിക്കലി ഒരു 3 ദിവസം അവർക്ക് വളരെ വിശദമായ ക്യാമ്പ് കൊടുക്കുന്നു. അതിൻ്റെ അഡ്വാൻസ് ആണെങ്കിൽ 10 ദിവസം. 10 ദിവസം പറയുമ്പോൾ ചിലർ ചോദിക്കും 10 ദിവസമൊക്കെ ഒരു ഉസ്താദ് മാറി നിൽക്കുകയെന്ന്. അവിടെ സാധാരണഗതിയിൽ ഒരു 10,000, 15,000, 15,000 ശമ്പളം കിട്ടുന്ന ഒരു ഉസ്താദിന് അതിൻ്റെ ഒരു 2 ഇരട്ടി ശമ്പളം വാങ്ങാവുന്ന ആ ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിന് മാറണമെങ്കിൽ ഈ സമയം ഉപയോഗപ്പെടുത്താം എന്ന് മാത്രമല്ല, വെറും ശമ്പളമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് കിട്ടുന്ന റിസൾട്ട് അത് എത്രയോ മൾട്ടിപ്പിൾ ആകാൻ, അതിൻ്റെ ഗുണിതങ്ങളാകാൻ അതിന് കഴിയും എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ ഈ 3 ദിവസത്തെ ബേസിക്ക് പങ്കെടുത്ത ഒരാൾക്ക് വേണമെങ്കിൽ 10 ദിവസം സമയം ചെലവഴിക്കാം. അതായത് പറഞ്ഞു വരുന്നത്, ഒരു സദർ ഉസ്താദ് എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ ഒരു ഇടത്തിലേക്ക് മാത്രമുള്ളതല്ല ഈ സംവിധാനം. മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം വരെ ഏത് പ്രൊഫഷണലായിട്ട് തന്നെ ഏത് ഇടങ്ങളിൽ ചെന്നാലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി സംവിധാനിക്കാൻ ഒരു അധ്യാപകന് അദ്ദേഹത്തിൻ്റെ എല്ലാ നിലവാരവും ഉയരുന്നു, സാമ്പത്തികമായും അദ്ദേഹം സുരക്ഷിതനാകുന്നു, സ്റ്റേബിൾ ആകുന്നു. തീർച്ചയായും അതിൻ്റെ ലൈഫ് ലോങ് അദ്ദേഹത്തിന് സ്റ്റേബിൾ ആകാൻ സഹായകമാകും എന്നത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് മനസ്സിലാകും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബോധ്യപ്പെടും നമുക്കിത് സ്റ്റേബിൾ ആകാനുള്ള വഴിയാണ്, ലൈഫ് ലോങ് സ്റ്റേബിൾ ആകാനുള്ള വഴിയാണെന്ന് ബോധ്യപ്പെടും. അങ്ങനെ ആകുമ്പോൾ അതൊരു വലിയ ശാക്തീകരണമാണ്. അതായത് ഒരു സമൂഹത്തെ ശാക്തീകരിക്കേണ്ടത് ആ സമൂഹത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ സ്രോതസ്സാണ് ഈ ഉസ്താദുമാർ. അവരെ ശാക്തീകരിച്ചാൽ ഒരു സമൂഹം ശാക്തീകരിക്കും. ഇവരെ ശാക്തീകരിക്കുക എന്നതാണ് എല്ലാ അർത്ഥത്തിലും, സാമ്പത്തികമായും ആത്മീയമായും എല്ലാം അവരെ ശാക്തീകരിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് ഹാപ്പി സോൺ അത് ഡിസൈൻ ചെയ്തു. നമ്മളത് ദീർഘകാലത്തെ പഠനമാണ്, അല്ലാതെ ഒരു സാങ്കല്പികമല്ല. എല്ലാം ഇതിലൊക്കെ പലരും ചോദിക്കുകയാണ് ഇങ്ങനെ മോഡലുകളുണ്ടോ എന്ന് ചോദിക്കുക. അതിനുള്ള മറുപടി, നേരത്തെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ വിഷയങ്ങളും ദീർഘകാലം വ്യത്യസ്ത ഇടങ്ങളിലായി ഉപയോഗിച്ചു, റിസൾട്ട് കണ്ടു, ധാരാളം പേരിൽ റിസൾട്ട് കണ്ടു. അതിനുശേഷമാണ് ഇതൊരു ടോട്ടൽ ഒരു ഗ്രൗണ്ടാക്കി മാറ്റുന്നത്. പക്ഷേ ഈ ഒരു നിലക്ക് ചിലപ്പോൾ ചോദിക്കാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നതിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ദീർഘകാലം 8-10 വർഷമൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ഒരു മദ്രസയും ഇതൊക്കെ ചെറുപ്പകാലം തൊട്ട് അറിവനുഭവങ്ങളോടുകൂടെ വന്നവർ ഇനിയും ഒരു ട്രെയിനിങ്ങിന് വിധേയപ്പെടുക എന്ന ഒരു ചോദ്യം ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ട്രെയിനിങ് ആവശ്യമുണ്ടോ എന്നല്ലേ ചോദ്യം. ശരിക്കും നമ്മൾ ട്രെയിനിങ് ഇക്കാലത്തിനിടയിൽ എവിടെയെങ്കിലും അവർ നേടിയോ? ഇല്ലല്ലോ. അതായത് പഠിക്കുന്ന സമയത്ത് ട്രെയിനിങ് ഉണ്ടോ? ഇല്ല. അവർ മദ്രസയിൽ പോയപ്പോൾ അവർക്ക് ട്രെയിനിങ് കിട്ടിയോ? ഇല്ല. അവർ പിന്നെ അല്ലാത്ത ഒരു ബിരുദ പഠനം നടത്തുന്ന സമയത്ത് ട്രെയിനിങ് അധ്യാപനത്തിൽ പരിശീലനം ലഭിച്ചോ? അവിടെ പരിശീലനം എന്ന് പറയുമ്പോൾ പരിശീലനത്തിൻ്റെ ഒരു താരീഫ്, ഒരു നിർവചനം പറയണം. അതായത് ഒരു ട്രെയിനർ ഒരു ട്രെയിനിയെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ പർപ്പസ്, ആ മബുലവ്, ആ ലക്ഷ്യം, അത് സാധ്യമാകുന്നത് വരെയുള്ള ഒരു ഇജ്റാഅത്ത്, ഒരു പ്രോസസ്സിങ്, അതാണ് ശരിക്കും ട്രെയിനിങ്. അങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ അതൊന്നും ആവശ്യമാണ് എന്നുള്ളതിന് ഈ ലോകത്ത് ആരോടും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതിയല്ല. ഒരു ജഡ്ജി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ട്രെയിനിങ് ഉണ്ട്. അങ്ങനെ എല്ലാ പൊസിഷനിലും ട്രെയിനിങ് ഉണ്ട്. അതുപോലെ ട്രെയിനിങ് ആവശ്യമുള്ളതാണ് ഈ ഒരു മേഖല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ദീർഘകാലം തൻ്റെ അടുത്ത് പഠിച്ചിട്ട് അയക്കുന്ന സമയത്ത് നൽകിയ ഒരു മാർഗനിർദ്ദേശത്തിൻ്റെ ഒരു രൂപകൽപ്പനയുണ്ട്. ആ രൂപകൽപ്പനയുടെ അതിൻ്റെ ഒരു എക്സ്പ്ലോറിംഗ് ആണ് ട്രെയിനിങ്, ഇന്ന് കാണുന്ന ട്രെയിനിങ്. ഇപ്പം നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിനോടൊരു ഉപോത്ബലകമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മൾ തുച്ഛമായൊരു വേതനത്തിന് ഇനിയും ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക,
അല്ലെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും. അല്ല, ആ ചോദ്യത്തിൽ അവരുടെ പക്ഷം നിൽക്കുമ്പോൾ ഒരു ന്യായമുണ്ട്, ശരിയാണ്. കാരണം ഈ കിട്ടുന്നത് കൊണ്ട് സ്വന്തം ജീവിതം നടക്കുന്നില്ല, പ്രയാസപ്പെടുന്നുണ്ട് തീർച്ചയായും പലർക്കും. അങ്ങനെ പ്രയാസപ്പെടുമ്പോൾ ഇനിയും ചെലവഴിക്കുക, അതിനുള്ള മറുപടി ചെലവഴിച്ചാൽ നിങ്ങൾക്ക് സുസ്ഥിരപ്പെടാനുള്ള വഴിയാണ്. പക്ഷേ ഈ ഒരു കോഴ്സിലൂടെ ഒരു ഏറ്റവും നല്ല ഒരു പ്രൊഫഷണലായിട്ട് തന്നെ ഒരു അധ്യാപകൻ ഉയരുകയാണെങ്കിൽ ഇപ്പുറത്ത് നല്ല സാലറി കൊടുക്കാൻ തീർച്ചയായിട്ടും സമൂഹം മാനേജ്മെന്റ് തയ്യാറാവും, സമൂഹം തയ്യാറാവും. ഈ നേട്ടം കൊടുക്കുമ്പോൾ ഒരു മാനേജ്മെന്റിന് റിസ്ക് ഇല്ല. കാരണം മാനേജ്മെന്റിന് സ്വയം സംഭരിക്കാൻ കഴിയുന്ന സാമ്പത്തികത്തെക്കാൾ മേലെയുള്ള സാമ്പത്തികം ഇദ്ദേഹത്തിന് നേടിക്കൊടുക്കാൻ കഴിയും. അതൊരു വലിയ പ്രതീക്ഷയാണ്. തീർച്ചയായും ഒരു പക്ഷേ ഈ ഒരു കോഴ്സിലൂടെ ഒരു സദർ ഉസ്താദ് അല്ലെങ്കിൽ മറ്റു ഉസ്താദുമാർ ഈ വലിയൊരു നിലവാരത്തിലേക്ക് ഉയർന്നാൽ അവർക്ക് ആവശ്യമായ എല്ലാം സംവിധാനിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാവും എന്ന് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പല മദ്രസ സംവിധാനങ്ങളൊക്കെ മാനേജ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായി ഒരുപാട് പ്രയാസപ്പെടുകയാണ്. നിലവിൽ ഈ ഒരു കോഴ്സിലൂടെ ഒരു സദർ ഉസ്താദ് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും പാരൻ്റ് കൂടുതൽ മദ്രസയെ അടുത്തറിയുന്നു, അതിനെ സഹായിക്കാനും അതിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒരുക്കാനും അവർ തയ്യാറാവുന്നു. തീർച്ചയായും അതിലൂടെ തന്നെ നേരത്തെ മാനേജ്മെൻറ്റ് ടു പാരൻറ്റിലേക്ക് പോയിരുന്ന ആ ഒരു സാമ്പത്തിക സംഭരണത്തിൽ നിന്ന് മാറി അവരിഷ്ടത്തോടെ മദ്രസയെയും സംവിധാനങ്ങളെയൊക്കെ ഏറ്റെടുക്കുന്നിടത്ത് ഈ പറഞ്ഞത് ബേസിക്കാണ്. ബേസിക്കിൽ പോയാൽ തന്നെ ഈ നേട്ടം ഉണ്ടാവും. അതേസമയത്ത് ഇതിൻ്റെ അഡ്വാൻസ് ആകുന്ന സമയത്ത് കുറച്ചുകൂടി മാറും. അഡ്വാൻസ് ആകുമ്പോൾ സദർ ഉസ്താദ് എന്നത് ഒരു വലിയ നേട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബെനിഫിഷ്യറി പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റ് ലീഡറായിട്ട് മാറും. പ്രൊജക്റ്റ് ലീഡറാകുമ്പോൾ മാനേജ്മെൻറ്റ് ശമ്പളം കൊടുക്കലില്ല അവിടെ, മറിച്ച് മാനേജ്മെൻറ്റിന് ആവശ്യമായ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇദ്ദേഹം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ബെനിഫിറ്റ് ഉണ്ടാകും. ആ ബെനിഫിറ്റോ ആരുടെ ഔദാര്യമൊന്നുമല്ല, സമൂഹത്തെ ശാക്തീകരിക്കുന്നതിലെ ഒരു ഉത്തമമായ ഒരു റൂട്ട്. അങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ് അഡ്വാൻസ്. 10 ദിവസത്തെ ക്യാമ്പ് ഉണ്ടാകും. അതിനുശേഷം അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു 6 മാസത്തെ പ്രാക്ടിക്കലും ഉണ്ടാകും. ആ പ്രാക്ടിക്കലിന് തന്നെ അദ്ദേഹത്തെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനെ ഫിനിഷ് ചെയ്യുമ്പോഴേക്ക് അദ്ദേഹം ഒരു പ്രൊജക്റ്റ് ലീഡറായിട്ട് മാറാൻ കഴിയും. പലപ്പോഴും ഇത്തരം കോഴ്സുകളിൽ സംബന്ധിച്ച പല ഉസ്താദുമാരും അവരൊക്കെ പങ്കുവെക്കുന്ന ചില ആശങ്കകൾ, ആ ഒരു കോഴ്സ് പീരീഡിൽ വേണ്ട ഫോളോ അപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അത് ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുമ്പോൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനും അല്ലെങ്കിൽ വേണ്ട സത്യത്തിൽ നമ്മൾ സംവിധാനിക്കുന്ന ഹാപ്പിസോണിൻ്റെ ഈ ഒരു രീതിയിലൂടെ പോകുമ്പോൾ അവർ ഏത് സമയവും നമ്മളെ ബന്ധപ്പെടുകയാണെങ്കിൽ തിരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം നിലവിലുണ്ടാവില്ലല്ലോ. 24 മണിക്കൂറും അവർക്ക് ഇതിൻ്റെ ബാക്കപ്പ് അവൈലബിൾ ആണ്. തീർച്ചയായും അതാണ് ഹാപ്പിസോണിൻ്റെ നമ്മൾ കാണുന്ന, അതായത് ഹാപ്പിസോൺ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഈ സംവിധാനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ജീവിക്കാനൊരു ഉപാധി വേണം, അതുകൊണ്ടൊരു വഴി ഉണ്ടാകണം എന്ന് ചിന്തിച്ചിടത്തുനിന്ന് തുടങ്ങിയതല്ല ഹാപ്പിസോണിൻ്റെ വർക്കുകളൊന്നും. ഹാപ്പിസോണിൻ്റെ വർക്ക് നാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി സ്റ്റേബിളായൊരു സമയത്ത് ഇതിനേക്കാൾ വലിയൊരു ആവശ്യം സമൂഹത്തിന് ആവശ്യമുണ്ട്, ദേവാ മേഖലയിൽ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിലവിൽ ഒരുപാട് പേർ പല രംഗത്തും പ്രവർത്തിക്കുമ്പോഴും ഈ ഒരു കോൺടെക്സ്റ്റ്, ഈ ഒരു ഏരിയ അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീം നിലവിൽ കാണാത്തത് കൊണ്ടാണ് നമ്മളിതിൽ ഡിസൈൻ ചെയ്തത്. ഇപ്പോൾ ഉള്ള ലീഡേഴ്സ്, ഈവൻ അഷ്റഫ് സഖാഫി ഉൾപ്പെടെ ആരും അവർക്ക് ജീവിക്കാൻ ഒരു വഴി വേണം എന്നാലോചിച്ച് ഇത് സെലക്ട് ചെയ്തിട്ടില്ല. മറിച്ച് ഒരു സേവനം അത് ഫലപ്രദമായി എന്ന് റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രം സെലക്ട് ചെയ്തതാണ് നമ്മുടെ ഹാപ്പിസോണിൻ്റെ എല്ലാ അംഗങ്ങളും. ഒരു കുട്ടി പോലും ഇന്ന് വരെ അവരവർക്ക് ജീവിക്കാനൊരു വഴി വേണം, അതുകൊണ്ടൊരു വഴി, ജീവിക്കാൻ വഴിയല്ല എന്നല്ല, വഴിയാണ്, പക്ഷെ അതിനു വേണ്ടി ഇത് സെലക്ട് ചെയ്തവർ ഈ കളത്തിൽ ഇപ്പോൾ ഇല്ല. അതാണൊരു പരമസത്യം. അതുകൊണ്ട് അത് തന്നെയാണ് നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരുന്ന പണ്ഡിതന്മാരായ ബഹുമാന്യരായ നമ്മുടെ സുഹൃത്തുക്കളോടും പറയാനുള്ളത് അത് തന്നെയാണ്. അപ്പോൾ അവർക്ക് സന്നദ്ധതയുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം, ഉപയോഗപ്പെടുത്താം, സേവനത്തിന് നമ്മൾ സന്നദ്ധമാണ് എന്ന് സമൂഹത്തോട് നമുക്കറിയിക്കാം. തീർച്ചയായും ആ ഉസ്താദുമാരെ നമ്മൾ വീണ്ടും ഇതിലേക്ക് ക്ഷണിക്കുന്നത് നിങ്ങളെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് ഇസ്ലാമിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിത്തറയാകുന്ന മദ്രസ സംവിധാനത്തെ, മഹല്ല് സംവിധാനത്തെ ഏറ്റവും നിലവാരമുള്ള മൂല്യമുള്ള
വലിയൊരു സംവിധാനമായി തീർച്ചയായും നമുക്ക് ഉയർത്താൻ സാധിക്കും. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഈ സംവിധാനത്തിലേക്കും കോഴ്സിലേക്കും ക്ഷണിക്കിലേക്ക് ഈ ചർച്ച ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സദർ ഉസ്താദുമാരായ ആൾക്കാർക്ക് ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടതിൻ്റെ അപ്പുറമുള്ള കുറച്ചുകൂടി നല്ലൊരു ലോകം അത് തീർക്കാനും ഉണ്ട് എന്ന ബോധ്യം അത് ഈ ഒരു ചർച്ച കൊണ്ട് ഏകദേശം അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വാം വെൽക്കം. എല്ലാവർക്കും മർഹബം ബിക്കും ജമിയ.